ശശി തരൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് നല്ല വ്യക്തിബോധമുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷം മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരീക്ഷണം നടത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസിൽ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ തരത്തിലുള്ള ഒരു നേതാവായി ശശി തരൂർ അറിയപ്പെടുമ്പോൾ ബിജെപിയിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും പലതവണ ചർച്ചയായതാണ് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി എടുത്ത. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത? ശശി തരൂർ അദ്ദേഹം വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാര് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ദത്തുപുത്രന്മാരാണ്. എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് താഴെ തലങ്ങൾ പ്രവർത്തിച്ചുയർന്നു വന്ന ആളല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി, ഉദാഹരണം പറഞ്ഞാൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് വിവിധ തരത്തിലുള്ള ആളുകൾ വേണം. സ്വന്തം പാർട്ടി ചിലപ്പോൾ ആ തരത്തിലുള്ള ആളുകളെ കാണത്തില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള, അതിന് ഉള്ള വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയുള്ള, അതിനുള്ള ശേഷിയും ഉള്ള ആളുകൾ കൂടെ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന്, ചിലപ്പോൾ പാർട്ടികൾക്ക് ആവാം, അല്ലെങ്കിൽ പാർട്ടിക്ക് വെളിയിൽ നിൽക്കുന്നവരാവാം, അവരെ എടുക്കാറുണ്ട്. അവരെ ദത്തെടുത്ത് കൂടെ ചേർത്ത് നിർത്തി അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഒന്നാം ജവഹർലാൽ നെഹ്റു മന്ത്രിസഭത്തിന് എല്ലാം കോൺഗ്രസ്സുകാരായിരുന്നില്ല. വലിയ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഉണ്ടായിരുന്നു, ഡോക്ടർ അംബേദ്കർ ഉണ്ട്, അങ്ങനെയുള്ള പ്രമുഖരായ പല ആളുകളില്ലേ, അവരെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണോന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് അതുല്യമായ ശേഷി ഒക്കെയുള്ള ആളുകളാണ്. അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാഴ്ചപ്പാട് പണ്ട് ചെയ്തിട്ടുണ്ട്. ബി.ജെ.പി. ഗവൺമെന്റ് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിലുള്ള എല്ലാവരും ബി.ജെ.പി. പ്രവർത്തകരല്ലല്ലോ. നമ്മുടെ വിദേശകാര്യമന്ത്രി പ്രഗത്ഭനായ ഡോക്ടർ ജയശങ്കർ, അദ്ദേഹം ബി.ജെ.പി. പ്രവർത്തനമല്ല. അതുപോലെ കേന്ദ്ര മന്ത്രിസഭയിലും അങ്ങനെ തന്നെയാണ്. ബി.ജെ.പിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കാതെ IAS തലത്തിലും ഒക്കെ പഠിച്ചും അവിടെ ഭരണരംഗത്ത് പ്രാഗൽഭ്യം നേടിയ അനേകം ആളുകളുണ്ട്. അപ്പൊ ഇത് കോൺഗ്രസ് ഗവൺമെന്റ്, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ നിലയിൽ കേന്ദ്ര ഗവൺമെന്റിൽ ഉപയോഗപ്പെടുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ സോണിയാഗാന്ധി അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ശ്രീ ശശി തരൂർ. അങ്ങനെയാണ് അദ്ദേഹം പാർലമെന്റിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരം ജയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിനും തലപ്പൊക്കമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ജന്മനായുള്ള ഉയരം മാത്രമല്ല, അദ്ദേഹത്തിന്റെ തലപ്പൊക്കം എവിടെയുണ്ട്? ബൗദ്ധിക രംഗത്ത്, അറിവിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ, ആകാര ഭംഗിയുടെ കാര്യത്തിൽ ഒരു നേതാവിന് വേണ്ട പലതരത്തിലുള്ള ക്വാളിറ്റീസ് എടുക്കുമ്പോൾ ഒട്ടനേക ക്വാളിറ്റീസ് ഉണ്ട്. അതുകൂടാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൗതികമായ അദ്ദേഹത്തിന്റെ പശ്ചാത്തലമാണ്. ഏറ്റവും നല്ലൊരു എഴുത്തുകാരൻ, ഏറ്റവും നല്ലൊരു ഗ്രന്ഥകാരൻ, ഏറ്റവും നല്ല പ്രാസംഗികൻ, അങ്ങനെ വൈജ്ഞാനിക രംഗത്തും വിദേശ കാര്യ രംഗത്ത് എക്സ്പെർട്ടായ ആളുകൾ. അപ്പൊ ആ നിലയിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി സംഭാവനയുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. പുതിയ തലമുറയിൽ ഇപ്പോഴുള്ള ചെറുപ്പക്കാരും ഒക്കെ അദ്ദേഹത്തോട് ആരാധന കാണിക്കുന്ന അതാണ്. അപ്പൊ ആ നിലയിൽ അദ്ദേഹം ഇന്റലക്ച്വലായി വളരെ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയണമെങ്കിൽ ആ തരത്തിലുള്ള ആളുകൾ വേണം. കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രശ്നം ഒന്നാണ്. കോൺഗ്രസ് ഒരു കാലത്ത് നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു, കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും ഒക്കെ അദ്ദേഹത്തെ വിമർശിക്കണം. അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതൊരു സമുദായം ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം പണ്ഡിറ്റ് ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന് എത്രയോ പുസ്തകങ്ങൾ നമുക്ക്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ജയിലിൽ കിടന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുണ്ട്. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ലോക ചരിത്ര സംഗ്രഹമുണ്ട്. അങ്ങനെ പണ്ഡിതൻ, എഴുത്തുകാരൻ, ഇന്ന നിലയിലൊക്കെ പ്രഗത്ഭനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ പോരായ്മകൾ നമുക്ക് ഒരുപക്ഷെ പ്രതിപക്ഷക്കാര്, BJP-ക്കാര് എല്ലാവരും അദ്ദേഹം വിമർശിക്കാറുണ്ട്. അപ്പൊ ആ നിലയിൽ ഉന്നതമായ ഒരു ബൗദ്ധികമായ സമ്പത്തും ഔന്നിത്യമുള്ള നേതാവാണ് അദ്ദേഹം. അപ്പൊ ഇവരെ ഉൾക്കൊള്ളാൻ പുതിയ കോൺഗ്രസിന് കഴിയുന്നുള്ളൂ. IQ നിലവാരത്തിൽ ശരാശരി താഴെയുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ളത്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, അതൊരു കുടുംബ പാർട്ടിയാണ്. അത് അമ്മയും 2 മക്കളും ചേർന്ന 3 MP-മാർ അവര് പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വിധേയമായി പ്രവർത്തിക്കാൻ എന്തായാലും ഇദ്ദേഹത്തെ കിട്ടത്തില്ല. കാരണം അദ്ദേഹം എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട്, കോൺഗ്രസ് ഒരു സംസ്കാരമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന നിലയിൽ അദ്ദേഹം കാണുകയാണ്. പക്ഷേ ഈ നെഹ്റു കുടുംബത്തിനും ഈ മൂവർ സംഘത്തിനും അവരെ അനുചരന്മാർക്കും താഴെ അദ്ദേഹം നിൽക്കണം.
അതാണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ തലപ്പൊക്കവും ഭൗതിക നേതൃത്വവും അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ള ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചു. മത്സരം ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരെ അനഭിമതനായി അദ്ദേഹം. യഥാർത്ഥത്തിൽ അവർ ഉപേക്ഷിക്കാനല്ലേ, ജനാധിപത്യമല്ലേ, മത്സരം നടക്കട്ടെ എന്നിരിക്കണ്ടേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ 3 തവണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. ഇനി അദ്ദേഹത്തിന് കാലം ബാക്കിയുണ്ട്. ഇനിയൊരു കേരളത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കേരളത്തിൽ ഇടക്കാലത്ത് ഒരു കേരള നേതൃത്വത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചില നീക്കം നടത്തി. ചില മത സാമുദായിക സംഘടന പിന്തുണ അതിനുണ്ടായിരുന്നു. ആ നിലയിൽ മാധ്യമങ്ങൾ എഴുതി. അങ്ങനെ നീക്കിയപ്പോ അദ്ദേഹത്തെ അവിടെയും വിട്ടി. അപ്പൊ അദ്ദേഹത്തെ ഇപ്പൊ കേന്ദ്രത്തിലും സമ്മതിക്കത്തില്ല, കേരളത്തിലും സമ്മതിക്കത്തില്ല. അദ്ദേഹത്തെ അവർക്ക് കീഴ്പ്പെട്ട് അവർ കാര്യം പറയുന്ന ഈ പറയുന്ന ഭൗതികമായ വളരെ ലോ ലെവലിൽ നിൽക്കുന്ന ഐക്യ നിലവാരം കുറഞ്ഞ ആ ആളുകളെ ഒരു സാധാരണ കോൺഗ്രസിന്റെ നിലയിൽ അദ്ദേഹത്തെ കൊണ്ട് കെട്ടാനാണ് ശ്രമിക്കുന്നത്. അത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ, അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ എന്റെ അഭിപ്രായത്തിൽ BJPക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം അവർക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്. ഈ സമീപകാലത്ത് എന്തായാലും BJP ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് മാറത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് നല്ല കഴിവുള്ള ആളാണ്. ആ കഴിവുകൾ BJP ഉപയോഗിച്ചാൽ BJPയും ഗുണം കിട്ടും, അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിനും ഗുണം കിട്ടും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ എന്നെ പോലെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നാളെ അങ്ങനെ ചിന്തിച്ചുകൂടായികയില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അദ്ദേഹം ഒരു വ്യത്യസ്തനായ ഒരാളാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇപ്പോ ഈ യുദ്ധകാലത്തിൽ ഈ സമീപ ഇന്ത്യ പാക് വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ അനുകൂലിച്ച് നിന്നത് അതൊരു തെറ്റല്ല. അതൊരു ശരിയായ ഒരു ഇന്ത്യൻ പൗരന്റെ ജോലിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് രാഷ്ട്രകാര്യം വരുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. ഇവിടെ പാകിസ്ഥാന്റെ ഇന്ത്യയുമായുള്ള യുദ്ധം വരുമ്പോൾ ജനിച്ച മണ്ണിനോടൊപ്പം നിൽക്കുക, ഭൂമിയോടൊപ്പം നിൽക്കുക എന്നുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പഴയകാല കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പുതുമയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് BJPയിൽ അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. പണ്ട് കോൺഗ്രസ്സുകാർ അങ്ങനെയായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് അവരുടെ നിലപാടുകൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മൂല്യബോധമുള്ള കോൺഗ്രസിന്റെ ദേശാഭിമാന ബോധമുള്ള ഒരു തലമുറ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആ തലമുറയുടെ അവശേഷിക്കുന്ന ആളാണ് തരൂർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ട് അദ്ദേഹം മോദി ഗവൺമെന്റിനെ ശക്തമായി വിമർശിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ മോദി സർക്കാരിന്റെ ശരിയായ നിലപാട് ആണ് എന്ന് അദ്ദേഹം പറയുകയും കോൺഗ്രസ് നേതാക്കന്മാരെ ഈ നിലപാടല്ല സ്വീകരിക്കേണ്ടത്. അവരെന്താ ചോദിച്ചത്? അവർ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് അവർ തെളിവുണ്ടോ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വെപ്പൺസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള രാഷ്ട്രീയ എതിരാളികളും രാജ്യദ്രോഹികളും നമ്മുടെ എതിരാളികളും ചോദിക്കുന്ന ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 14 ദിവസം നമ്മൾ താമസിച്ചപ്പോൾ തന്നെ എന്താ നിങ്ങൾ ചെയ്യാത്തത്? മോഡിയുടെ പടക്കമല്ലാതെ വല്ലതും പൊട്ടുന്നുണ്ടോ? ഇങ്ങനെ നിരുത്തരവാദപരമായി സംസാരിക്കുന്ന ഒരു നേതൃത്വമാണ് ഉള്ളത്. നിങ്ങൾ നോക്ക്, രാഷ്ട്രീയ സ്വയംസേവക സംഘം പലരും RSSനെ പറ്റി വിമർശിക്കാറുണ്ട്. കോൺഗ്രസ് BJP പണ്ട് 1971 നമ്മുടെ രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ജനസംഘമുണ്ട്. ജനസംഘത്തെ BJP തള്ളി പറഞ്ഞിട്ടില്ല, RSS തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, 71 ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് ഇന്ദിരാഗാന്ധിയെ RSS വിളിച്ചത് ദുർഗ എന്നാണ്. മനസ്സിലായോ? ദുർഗ എന്നാണ്. അടിയന്തരാവസ്ഥ അതിനുശേഷം നടന്ന 4 വർഷം കഴിഞ്ഞ് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ യക്ഷി എന്നവർ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്യുന്ന നിലപാടുകൾ അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാണ്. അവർ രാഷ്ട്രത്തിന്റെ ഉരകളിൽ ഉരച്ചു നോക്കി രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും BJPക്കാരായാലും എന്ത് നല്ല കാര്യം ചെയ്താലും രാഷ്ട്ര താല്പര്യമാണെങ്കിൽ അതിനെ ഒരു മറയും കൂടാതെ കലവറയില്ലാതെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമാണ് RSS. അതുകൊണ്ടാണ് 71 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ RSS ദുർഗ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉടൻ തന്നെ ഇന്ദിരാഗാന്ധി RSS ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്ദിരാഗാന്ധി RSSലേക്ക് വരുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് രാഷ്ട്ര താല്പര്യം, ഇപ്പോ രാഷ്ട്ര താല്പര്യമില്ല, പാക് അനുകൂല നിലപാടെടുക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഇസ്ലാമിക ഭീകരവാദികളുടെ താല്പര്യം സംരക്ഷിക്കുക, മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണു വെട്ടുക, ഇസ്ലാമിക ഇത്തരം ഭീകരന്മാരുമായിട്ട് സഹകരിച്ച്
രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുക, ചൈനീസ് അനുകൂല നിലപാട് സ്വീകരിക്കുക. ഈ നിലയിൽ രാഷ്ട്ര താല്പര്യം എന്നുള്ളത് പലപ്പോഴും അവർ വിജയിക്കാൻ വേണ്ടി ബലികഴിക്കുന്ന സമീപനമാണ്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ രാഷ്ട്രവിരുദ്ധമായ പല ആക്രമണങ്ങളിൽ രാഷ്ട്രത്തിനെതിരെ നടത്തിയപ്പോൾ നിശബ്ദമായിട്ടിരിക്കേണ്ടി വന്നത്. ഇപ്പൊ മോദി സർക്കാർ ആയതുകൊണ്ടാണ് ബാലക്കോട്ടായാലും ഉറിയിലായാലും ഇപ്പോ നടന്ന സംഭവത്തിലായാലും അടിച്ചിന് ചുട്ട മറുപടി കൊടുക്കുന്ന നിലപാടെടുക്കുകയും ഇനിയും ഈ നിലപാട് തുടർന്നാൽ പാകിസ്ഥാൻ ശക്തമായ പ്രഹരം കൊടുക്കും, ഇനി അതിനൊരു ഡേറ്റ് ഒന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടി തന്നിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. നദീജല കരാറുകൾ പുനഃപരിശോധിക്കുകയും അവരെ എല്ലാ രൂപത്തിൽ ഉപരോധം ഏർപ്പെടുത്താനും ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഈ രാഷ്ട്രസ്നേഹ പ്രചോദിതമായ ഒരു ഗവൺമെന്റിനും ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ശശി തരൂര് അദ്ദേഹം ഒരിക്കലും ഇപ്പൊ BJP-യിലേക്ക് നാളെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കഴിവുകളെ BJP ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇങ്ങനെ അദ്ദേഹം വരുന്നത് ഇപ്പൊ ഈ ചെയ്യുന്നതല്ല. അദ്ദേഹം BJP-യെ വരാനും നരേന്ദ്രമോദിയെ ശക്തിപ്പെടുത്താനൊന്നുമല്ല, രാഷ്ട്രസ്നേഹ പ്രചോദിതമായ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ടാണ്. അങ്ങനെപ്പോലുള്ള ആളുകളെയാണ് വിദേശ രാജ്യങ്ങളിൽ ഇത്തരം നയതന്ത്ര ചർച്ചയ്ക്ക് വിടുകയും ഭാരതത്തിന്റെ നിലപാട് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ അല്ലെങ്കിൽ പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനും അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ കഴിവുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തും. ഇതിനെതിരായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ ഇത്തരം ഒരു സമിതിയിൽ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ച്, പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും അവതരിപ്പിക്കാനുമുള്ള ചുമതല പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയേറെ പ്രാഗൽഭ്യനായ ഒരു നേതാവാണ് അദ്ദേഹം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അത് കോൺഗ്രസിനുള്ള ഒരു പണി കൂടിയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.